ഹലോ ഗേൾസ്, ഞാൻ വയനാട് സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞ റിസോർട്ടിലേക്ക് പോയ വീഡിയോസ് കുറച്ച് ഇതിൻ്റെ മുന്നേ ഇട്ടീനി. പിന്നെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇട്ടിട്ടുള്ളേനി. ഇനി കുറച്ച് വിശേഷങ്ങളും കൂടി ഇങ്ങോട്ടുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഞങ്ങളവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നമുക്ക് പിന്നെ അൽഫാം ഉണ്ടാക്കുന്നുണ്ട്, അതിന് വാബിനൗഷ് ചിക്കൻ റെഡിയാക്കുന്നുണ്ട്, മസാല പൊറ്റുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് തന്നെ മസാല കൂട്ടൊക്കെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഗുബൂസ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങി എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണത്. സലൂൻ്റെ കുറച്ച് വിശേഷങ്ങളുണ്ട്. അപ്പം ഗുബൂസൊക്കെ ഒരു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് ഉണ്ടാക്കണ തിരക്കാട്ടോ. ഇതെന്താ ഉണ്ടാക്കണേ? ഗുബൂസ് ഇല്ലതാ ശരിയോ? ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ പോകുമ്പോക്കെ. നമ്മളെ താത്ത മെയിൻ കുക്കിംഗ് കുക്കർ. ഇനി ഇതിലെന്ത് ചെയ്യുന്നറിയാ? കുബൂസ് ഹാഫാക്കിട്ട് മുക്കിയിട്ട് മുക്ക് വെച്ചെടുക്കും. അങ്ങനല്ലേ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മളെ ചില്ലി ഫ്ലെക്സും ചില്ലി ഫ്ലെക്സ് ആയിട്ടുള്ള അത് വേറൊരു കഞ്ഞി ഞാൻ എടുക്കണ്ടേ. ഒന്നിച്ച് പിടിച്ചാ ഇത് പിടിച്ചോ. എടുത്തടി അന്നൊക്കെ വിചാരിച്ചാ ഞാൻ പോകുന്നത്. എടുത്തോടുക്ക് താത്താക്കി ഇന്നത്തെ ക്ലിയർ ഇല്ലാത്ത ഉണ്ടായിക്കോളും. അങ്ങനെയല്ലേ? അതൊക്കെ അങ്ങനെയല്ലേ? അത് ഞാൻ ഇടുമ്പോൾ ഉണ്ടായിക്കോളും. നല്ല ക്ലിയർ ഉണ്ട്. ഇതിലൊക്കെ ഫ്ലാഷ് ഇതുണ്ടല്ലോ അല്ലേ? ചിക്കനും മസാല അതന്നെ ഞാൻ നമ്മുടെ കണ്ണൂരില്ല മസാല അൽഫാമിന് വേണ്ടിയിട്ട് പ്രത്യേകം ഉണ്ടാക്കി കൊണ്ടുവന്നാണ് കേട്ടോ. നല്ല മണം. ഇപ്പം തന്നെ നല്ല മണാണ്. കണ്ണൂർ സ്റ്റൈൽ മസാല. അപ്പൊ ഇങ്ങോട്ട് നമ്മള് ആ മസാല കേസ് ഇഞ്ചി വെളുത്തുള്ളിന്റെ പേസ്റ്റ് കൊടുക്കും. ചെറുനാരിയും പിന്നെ ഇട്ടിട്ട് നല്ലോണം കൊണ്ട് കുഴച്ചിട്ടാ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അപ്പൊ നിങ്ങൾ റെഡി ആയിക്കോളൂ. അവര് മലേഷ്യയിലും അടിപൊളിയാണല്ലോ. വലിയല്ലോ കാണാൻ. അടിപൊളിയല്ലേ? നല്ല രസമുണ്ട്. നല്ല കളർ ചേരുന്നുണ്ടല്ലേ? കളറ് മേക്കപ്പും ചെയ്യുന്നുണ്ട് അല്ലേ? ഇതിന് ചെറിയ കളർ ഇഷ്ടമാണ്. ഡ്രസ്സൊക്കെ ഇവിടെ എന്തൊക്കെയാണ്? അൽഫാമിനില്ലേ മസാല പൊറ്റിച്ചതാണ് കേട്ടോ. കണ്ടില്ലേ? അൽഫാമിന് അൽഫാം നമുക്ക് ഉണ്ടാക്കണം എന്ന്. ഇങ്ങനെ ഇതുവരെ ഗുബൂസ് ഞാൻ കഴിച്ചിട്ടില്ല. പാർട്ടിക്കൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ആക്കി കൊടുക്കാനൊക്കെ നല്ലതാണ്. ടേസ്റ്റും ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് സോസും അത്ര വേണം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേ? എങ്ങനെ ആയാൽ മറ്റേ നമുക്ക് സോസ് ഇല്ലാതൊന്നും ആയില്ലല്ലോ. സോസ് വേണം. അപ്പം നമുക്കൊന്നും ഇല്ലാണ്ട് ചിക്കൻ കഴിക്കാൻ കുട്ടികൾക്കെല്ലാം ആക്കി കൊടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ എന്താ? മുട്ട, പിന്നെ ചില്ലി ഫ്ലെക്സ്, കുരുമുളക് പൊടി വേണം. പക്ഷെ കുരുമുളക് പൊടി കിട്ടിയിട്ടില്ല. മല്ലിച്ചെപ്പുണ്ട്, പിന്നെ ഉപ്പ്. ഇത്രയേ ഉള്ളൂ. ഒരു മസാലക്കൂട്ട്. ഓരോ ജോലിയിലാട്ടോ ഓരോരുത്തർ ഇവിടെ ഇട്ടത്. എന്താ ഉണ്ടാക്കണേ? ചായ. പിന്നെന്തല്ലേ? ഗുബൂസ് മുട്ടയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക അല്ലേ? അതുപോലെ ടേസ്റ്റ് വന്നിട്ടാ. ഇതുപോലെ ട്രൈ ചെയ്ത് ടേസ്റ്റ് വേണമല്ലോ. എന്താ കണ്ടില്ലേ? ഞക്ക ചായ ഉണ്ടാക്കണം. ചായ ശരിയായിട്ടില്ല. ചെയ്യുമ്പോൾ അസൂസ് മിക്സ് നൈസ കണ്ണൂർ കിച്ചൺ. നൈസ കണ്ണൂർ കിച്ചൺ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കേട്ടോ.
സ്വിമ്മിങ് പൂൾ കേട്ടോ. വേണമെങ്കിൽ മേലെ കൂടി ഇട്ട് വെക്കാം, അപ്പോൾ കണക്കായിക്കോളൂ. നിങ്ങളിവിടെ അൽഫാം അല്ലേ ഉണ്ടാക്കണേ? അങ്ങനെ നല്ല എടുക്കല്. ഇത് സെൻട്രലാക്കി ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നിട്ട് മെല്ലെ മേലേക്ക് കൊണ്ടോ, മേലേക്ക് ഇങ്ങനെ കൊണ്ടോ. അല്ല, ഫോണെന്നെ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ കൊണ്ടോ. ഇങ്ങനെ ചെരിച്ച് ഇങ്ങോട്ട് ചെരിച്ച് ഈ അഞ്ഞ് മേലേക്ക് കൊണ്ടോ. നല്ല ജനങ്ങൾക്ക് ഇങ്ങനെ നീ കൈയോണ്ടോ കത്തി വേണ്ടേ? അല്ലടാ കത്തി വേണ്ടേ? കുഴപ്പമില്ല, ഇടുമ്പുണ്ടാവും. ഞങ്ങൾ അൽഫാം ഉണ്ടാക്കി കേട്ടോ. ഇത് അൽഫാം ഉണ്ടാക്കുന്ന തിരക്കാണ് അവിടെ. തിരക്കെ നമ്മളെ കൂടെ കേട്ടോ. നിങ്ങൾക്ക് ഒറ്റക്ക് തിന്നാൻ തന്നല്ലത്. ഇതിന്റെ വേറെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന സാധനം. ഇതാകട്ടോ ഞങ്ങൾ വന്ന വണ്ടികളാണ് ഇതൊക്കെ. കണ്ടില്ലേ, 2 വണ്ടിക്ക് ആൾക്കാർ, അല്ല 3 വണ്ടിക്ക് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വണ്ടി ഇതാ ഇവിടെ നിർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാവരും അങ്ങനെ ഞങ്ങൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് ഞങ്ങൾ പിറ്റേന്ന് തിരിച്ചു പോരുക കേട്ടോ. നാട്ടിലേക്ക് പോരുകയാണ്. കിട്ടാറൊന്നുമില്ല. 9-ാം തീയതി ഞങ്ങളെ നാട്ടിൽ കല്യാണം ഉണ്ട്. എന്റെ അനിയത്തി ഞാൻ വിളിക്കാൻ വിചാരിച്ചിട്ടാ. ആരോടും ഇമ്മ ഇന്നലെ എന്നോട് അവിടുന്ന് വീഡിയോ കോൾ ചെയ്ത് കണ്ട് എല്ലാരോടും. അപ്പൊ എനിക്ക് ഓരോരുത്തരും ഒന്ന് ആ റൂമില് ഒന്ന് ഈ റൂമില്. പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ മാനക്കാനോട് ഞാൻ നേരത്തെ കൂട്ടി അവിടുന്ന് വിളിച്ചത്. അപ്പൊ ഗ്രൂപ്പിൽ പറയാൻ ടൈം ഉണ്ടല്ലോ. ഞാനിപ്പോ ഞാൻ കണ്ണൂർക്കാരെ പിന്നെ കാണാം. അവിടെ കൂടിയാലും ഫുള്ള് അവിടെ കൂടി. ഐസ്ക്രീമും മന്തി കഴിക്കാം. ഇതേമാതിരി വയനാട്ടിൽ വരുമ്പോ വിളിക്കാം. ദിവസം മന്തി ഐസ്ക്രീം ഒക്കെ കിട്ടൂല. ഇഷ്ടല്ലേ പോന്നോ ഒന്ന് പോയി നോക്കാം. ശരി. നമ്മളെ കുറെ കുട്ടികളെയും കൊണ്ട് താമസിച്ച് അടിച്ചുപൊളിച്ചു പോയത്. ഇവിടെ പിന്നെ നവംബർ 30 ഡിസംബർ 31 ഒരു 1000 ഏക്കേഴ്സിൽ വെച്ചിട്ട് 1000 ചേട്ടപ്പള്ളിക്ക് നമ്മളിപ്പോ ആളുകളുണ്ടോ? വന്നിട്ടുണ്ടോ?